കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വികസനോന്മുഖമായ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ അത് ഭരണപക്ഷത്തിന്റെ ഭാഗമായി തീരേണ്ടവരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്ന LDF UDF എന്ന ഒരു കൂട്ടുമുന്നണി, ആ കൂട്ടുമുന്നണിക്ക് ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണത്തില് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആ 10 വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചുള്ള അതിന്റെ പ്രതീക്ഷകള് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ പിണറായിയുടെ ആന്റി മൂവ്മെന്റോ അതിനൊന്നും അത് പ്രസക്തമല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ